പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നൈനയോട് പറയുന്നുണ്ടായിരുന്നല്ലോ, അമ്മേനോട് പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഞാൻ മാലയിട്ടത്, അതൊക്കെ തിരിച്ചടിച്ചോ എന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ ചിലരിങ്ങനെ വാശിയിലെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ അവരെ കൊണ്ട് ദൈവം തന്നെ എടുപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ മുത്തശ്ശൻ പറയാറുണ്ടല്ലോ. അത് മാത്രമല്ല, ആദർശേട്ടന് മാർച്ചിൽ ശനിദശ തുടങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 മാസം മുന്നേ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഓരോ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുമല്ലോ. ചിലപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടായിരിക്കും ഈ മലയ്ക്ക് പോക്കും വ്രതമെടുക്കലൊക്കെ എന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലും ഇപ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ നവ്യേച്ചിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അഭിയാണെങ്കിൽ ഇങ്ങനെ നവ്യേച്ചിനോട് ഇപ്പോൾ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. ആ ഒരു ദിവസം കൊണ്ടുള്ള ആ സ്നേഹമൊക്കെ അങ്ങ് പോയി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എനിക്ക് നല്ല സംശയമുണ്ട്. ഞാനിങ്ങനെ നവ്യേച്ചിക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണല്ലോ അമ്മ എടുത്ത് കുടിച്ചത്. അമ്മ അത് കുടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നവ്യേച്ചി അത് ഉറപ്പായിട്ടും കുടിച്ചേനെ. നവ്യേച്ചിയുടെ കുഞ്ഞ് പോയി ഇപ്പോൾ നവ്യേച്ചി ഹോസ്പിറ്റലായേനെ. അപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്, എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുണ്ട്. അബി ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണോ നവ്യേച്ചിനോട് അന്ന് ആ സ്നേഹം കാണിച്ചതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ എന്തായാലും എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുണ്ടെന്ന് ഞാൻ അതിനെ പറയുന്ന സമയത്ത് ആദർശിനും അതങ്ങ് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുത്തശ്ശിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നൈന അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ ആദർശാണെങ്കിൽ നേരെ അബിയുടെ അടുത്തേക്ക് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അബിയാണോ പാലിൽ വിഷം ചേർത്തതെന്നുള്ളൊരു കാര്യം തന്നെ തുറന്നങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശാണെങ്കിലും. അപ്പം അബി പറയുന്നുണ്ടായിരുന്നു, ഏട്ടനെ ഇപ്പം ആരാണോ ഇങ്ങോട്ട് തള്ളി വിട്ടത് ഇതൊക്കെ ചോദിക്കാൻ അവർ തന്നെയായിരിക്കും യഥാർത്ഥ പ്രതികളെന്ന് പറയട്ടെ. അപ്പം നൈന ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നൈന നവ്യയ്ക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണ്. നവ്യ അത് കുടിച്ചിരുന്നെങ്കിൽ നവ്യയുടെ വയറ്റിലെ കുഞ്ഞ് പോയേനെ എന്ന് പറയും. അപ്പം അബി ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ഓർക്കാനേ പറ്റില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതൊന്നും നീ പറയണ്ട, എന്നിട്ട് നിനക്കിപ്പോൾ അന്നുണ്ടായിരുന്ന സ്നേഹമൊന്നും നവ്യനോടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അമ്മായിനെ ഞാനാണ് ഹോസ്പിറ്റലിലാക്കിയെന്ന് പറഞ്ഞാൽ അത് മാത്രം ഞാൻ സഹിക്കില്ല എന്നൊക്കെ പറയും. ഞാൻ ഇങ്ങനെ മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കല്ലേ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കും കേട്ടോ ആദർശിനോട്. അപ്പോൾ നേരത്തെ ഇതുപോലെ തന്നെ വ്രതം എടുക്കുന്ന സമയത്ത് അപ്പം ഇങ്ങനെ വ്രതമൊക്കെ തെറ്റിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ആദർശ് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നീ പറയണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നയന സത്യമുള്ളവളാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാലം അവളെ കുറ്റപ്പെടുത്തി ഇവിടെ ആർക്കും ഇങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല, എന്നായാലും സത്യം പുറത്തു വരും എന്ന് പറയാൻ കേട്ടോ. അത് ദൈവം തന്നെ കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവും. പിന്നീട് ജലജേനെയും ജാനകിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തോ മരുന്ന് വാങ്ങിക്കാനായിട്ട് നഴ്സ് വന്നിട്ട് ലിസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി അത് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് ജലജേനെ അബി വിളിക്കുന്നുണ്ടായിരുന്നു. അബി വിളിച്ചിട്ട് പറയും, ഏട്ടൻ എന്നോടൊന്ന് തട്ടിക്കയറി, ഞാനാണ് ആ പാലിൽ ഇങ്ങനെ വിഷം ചേർത്തെന്നൊക്കെയാണ് ഇപ്പോൾ ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ നേർക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നതെന്നുണ്ടെങ്കിൽ അമ്മ സത്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കണം, യഥാർത്ഥ പ്രതികളെ അമ്മ ചൂണ്ടിക്കാണിച്ചോണം എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം, എന്തായാലും അവൻ ഇങ്ങനെ അവളമാരെ വെളുപ്പിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഫോൺ വെച്ചതെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് കേട്ടോ ജലജയാണെങ്കിലും. പിന്നീട് നൈനയാണെങ്കിലും മുത്തശ്ശന് മരുന്നൊക്കെ എടുത്ത് കൊടുത്തിട്ട് ആദർശിൻ്റെ കൂടെ ഇങ്ങനെ റൂമിൽ കിടക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണല്ലോ. അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അത് തന്നെയാണ് നല്ലത്, മോൾക്കും ഇപ്പം നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് അവിടെ കിടന്നോ എന്ന് മുത്തശ്ശൻ പറയാണ് കേട്ടോ. ആദർശാണെങ്കിലും ഇങ്ങനെ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ തണുപ്പൊക്കെ അടിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഞാനും ദേവയാനിയും ജയനൊക്കെ അവന് കൂട്ട് കിടക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ അവന് ശ്വാസം മുട്ടലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്ന് പറയും. അപ്പോൾ എന്താ പിന്നീട് നൈനയോട് പറയുന്നുണ്ടായിരുന്നു, അശുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രം മോള് മാറിക്കിടന്നാൽ മതി, ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് റൂമിൽ കഴിഞ്ഞു എന്ന് പറയും കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എല്ലാ അമ്മമാരും ഇങ്ങനെ മകനെ നന്നായിട്ട് നോക്കുന്ന ഒരു മരുമകളെ കിട്ടണം എന്നായിരിക്കും പ്രാർത്ഥിക്കുക. ദേവയാനി അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ദൈവം കേട്ട് അങ്ങനെയുള്ള ഒരു മരുമകളെ തന്നെയാണ് കൊടുത്തത്. പക്ഷേ അവൾക്കത് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയും. എന്തായാലും ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കിയ പോലെ അമ്മയെ ഒരു ദിവസം എന്നെ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നൈന അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പം മുത്തശ്ശിനോടാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ദേവയാനി ഇങ്ങനെ നൈനമോളെ സ്നേഹിച്ച് തുടങ്ങിയാൽ മാത്രമേ ദേവയാനിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ ഇനിയെന്ന് പറയുകയും ചെയ്യും. പിന്നീട് നൈന നേരെ ആദർശിൻ്റെ റൂമിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുന്നത് അബി അവിടെ നിന്നിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈനയാണെങ്കിലും റൂമിലേക്ക് ചെല്ലുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ കിടക്കാം മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സമ്മതിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഇങ്ങനെ അവളോടൊപ്പം കഴിയാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു പണി കൊടുക്കാൻ വേണ്ടി അബി മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ റൂമിൽ കിടക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ തറയിൽ മാത്രമേ കിടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അതൊരു വാശിയാണോ എന്ന് ചോദിക്കും കേട്ടോ.
ഈ കാര്യത്തിൽ എനിക്ക് ഇത്തിരി വാശിയൊക്കെ ഉണ്ട് എന്ന് പറയും. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആദർശം പറയാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഉറക്കം എണീക്കുമ്പോൾ നിന്നെ ഒന്ന് കാണാലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ ആദർശിന്. പിന്നീട് നൈനിയാണെങ്കിലും താഴേന്ന് പായൊക്കെ വിരിച്ചിട്ട് അവിടെ കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉറക്കമൊന്നും വരുന്നില്ല എന്ന് പറയട്ടെ, എന്നാൽ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരുന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇങ്ങനെ നമ്മുടെ കല്യാണത്തിന് തൊട്ട് മുന്നെയാണ് ഇങ്ങനെ മണ്ഡലകാലം വന്ന് ഞങ്ങളൊക്കെ മലയ്ക്ക് പോയത്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കും ഈ വീടിനും ചേർന്ന ഒരു പെൺകുട്ടീനെ തന്നെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടണേന്ന് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് കിട്ടിയെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ദൈവങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തിയല്ലോ, അങ്ങനെയല്ലായിരുന്നു എന്നാണല്ലോ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിയാണ്. ഇപ്പോഴാണ് എനിക്കത് ഇങ്ങനെ കാര്യം മനസ്സിലായത്. എനിക്കിങ്ങനെ യോജിച്ച 100% യോജിച്ച ഒരു പെൺകുട്ടീനെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇതിനേക്കാളും നല്ലൊരു ഭാര്യേനെ എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. എന്തായാലും ഇങ്ങനെ പിന്നീട് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അമ്മ ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കാത്തതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. എന്തായാലും അമ്മയും കൂടെ നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഒരു ജീവിതം തന്നെയായിരിക്കും. അതെന്തായാലും നമുക്ക് കിട്ടും. ഞാൻ ആരോടും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ച് പിന്നെ അങ്ങ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ജലജയാണെങ്കിലും ജാനകി മരുന്നൊക്കെ വാങ്ങിച്ച് വരുന്ന സമയത്ത് അഭി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിന്ന് കുറച്ചും കൂടി കൂട്ടി പറയണമല്ലോ, അപ്പോഴല്ലേ ജാനകി വിശ്വസിക്കുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് അത് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏട്ടത്തി ഈ അവസ്ഥയിലാവാൻ കാരണം ഞാനും എൻ്റെ മോനും നിൻ്റെ മരുമകളും അവളുടെ അമ്മയൊക്കെയാണെന്നാണ് ആദർശ് പറഞ്ഞു വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ജാനകിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ജാനകി പറയുന്നുണ്ടായിരുന്നു, അവൻ്റെ ഭാര്യ തന്നെയല്ലേ ഇങ്ങനെ പാല് അടുക്കളയിൽ കാച്ചി വെച്ചത്, അങ്ങനെ അവളുമാരെ വെളുപ്പിക്കാൻ അവൻ നോക്കണ്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അഭി വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ അഭിയാണിത് വിളിച്ച് പറഞ്ഞതെന്ന് ജാനകിനോട് ജലജ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അഭിയുടെ കോൾ എടുക്കുന്നുണ്ടായിരുന്നു. അഭി ഇങ്ങനെ എടുത്ത ഉടനെ തന്നെ ആദർശ് നൈനി ഒരു റൂമിലാണ് കഴിയുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ വിളിച്ചത്. അപ്പോൾ അമ്മായി ഇവിടെ ഇല്ലാത്ത സമയം നോക്കി അങ്ങേര് ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ അവളുടെ ഒപ്പം റൂമിൽ കഴിയാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ വ്രതം തെറ്റിക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു, പറ്റുമെങ്കിൽ അമ്മായിനൊന്ന് ഈ കാര്യം ധരിപ്പിച്ചേക്കെന്നും കൂടെ പറയാണ്. പിന്നീട് ജാനകിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. ആദർശ് ഇവിടുന്ന് ഓടിപ്പോയത് അവളുടെ ഒപ്പം അവിടെ കഴിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിലും ഇങ്ങനെ ജലജയോട് പറയുന്നുണ്ടായിരുന്നു, അവളെ വിളിച്ചാലും ഇങ്ങനെ അവൾ പോകാൻ പാടുണ്ടോ, അവൾ നല്ല മാറി കിടക്കേണ്ടത്, എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിച്ചാലോ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അത് വേണ്ട, ഇനിയിപ്പോൾ നമ്മൾ വിളിച്ചാലും അവൾ പറയും അവർ 2 റൂമിലാണ് കഴിയുന്നതെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഏട്ടത്തിനോട് ഇതൊന്ന് പറയാമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്, ഏട്ടത്തി ICUലല്ലേ എന്ന് പറയും. ഏട്ടത്തിനെ ഇന്ന് റൂമിലേക്ക് ആക്കാമെന്ന് പറഞ്ഞാണല്ലോ, റൂമില്ലാത്തതുകൊണ്ടല്ലേ അവിടെ തന്നെ കിടത്തിയിരിക്കുന്നത്. റൂം കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ICUന്ന് മാറ്റിയല്ലോ, അപ്പോൾ പറയാമെന്ന് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി കൂടെ അവരുടെ കൂടെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്നേ പുറത്തായേനെ അവിടുന്ന്. ഇതിപ്പോൾ ഏട്ടത്തി അവർക്കെതിരെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ അവിടെ കഴിഞ്ഞു പോകുന്നതെന്ന് പറയും കേട്ടോ. പിന്നീട് അല്ലെങ്കിലും ഞാനും എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ പുറമ്പോക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ നിന്നെയും നിൻ്റെ മരുമകളെയൊക്കെ പുറത്താക്കാനാണ് അവളുമാർ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആരും ഇവിടുന്ന് പുറത്താവില്ല, അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, അതിന് വേണ്ടതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ജാനകി അവിടെ നിന്ന് അങ്ങ് ദേഷ്യത്തോടുകൂടി പോകുന്നത്. അപ്പോൾ ജലജയാണെങ്കിലും ആ ഒരു സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനീനെ ICUന്ന് റൂമിലേക്ക് മാറ്റിയാണ്. റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്താണെങ്കിലും ദേവയാനിക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നേ ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ പറയും, അങ്ങനെയൊന്നും ഉടനെയൊന്നും പോകാൻ പറ്റില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്ന് പറയും കേട്ടോ, അല്ലെങ്കിലും ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എങ്ങനെ ഏട്ടത്തിനോട് ഇത് പറയാമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ രണ്ടും കൂടെ നിന്നിട്ട് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും പറയുമെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് ആദർശനും അതിനെയും ഇങ്ങനെ ഒരു റൂമിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത്, ഏട്ടത്തി അവിടെ ഇല്ല എന്ന് വിചാരിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനിക്ക് അതങ്ങ് വിശ്വാസം വരുന്നില്ല കേട്ടോ. അഭിയാണ് വിളിച്ച് പറഞ്ഞതെന്ന് പറയുമ്പോൾ അഭി ഇങ്ങനെ കള്ളം പറയുന്ന കൂട്ടത്തിലാണ്, ഇവളെപ്പോലെ തന്നെയാണ് എന്ന് പറയും. എന്നാൽ പിന്നെ ഞാൻ ഇനി ഒന്നും പറയാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ജാനകിയാണെങ്കിലും അങ്ങനെ പറയുകയാണ് കേട്ടോ, ഇനിയിപ്പോൾ ഇങ്ങനെ അവളത് പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഞാനും സത്യം മറച്ച് വെക്കുന്നില്ല, അവർ രണ്ടും കൂടെ ഒരു മുറി തന്നെയാണ് കഴിയുന്നതെന്നാണ് ഇങ്ങനെ അറിഞ്ഞതെന്ന് പറയുന്ന സമയത്താണെങ്കിലും ദേവയാനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മൊബൈൽ എടുത്ത് എനിക്ക് ആദർശിനെ ഒന്ന് വിളിച്ചതാന്ന് പറയും കേട്ടോ. പറയുന്ന സമയത്തൊന്നും വിളിച്ചു കൊടുക്കുന്നൊന്നുമില്ല. പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി അവരോട് ഇങ്ങനെ 41 ദിവസം മാറി കിടക്കണമെന്ന് പറഞ്ഞിട്ടും ഏട്ടത്തി അവിടെ ഇല്ലാത്ത സമയം നോക്കി ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു മുറിയിലാണല്ലോ കഴിയുന്നത്,
അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇനിയിപ്പോൾ ഏട്ടത്തി വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ടും രണ്ട് മുറിയിലാണെന്നൊക്കെ പറഞ്ഞാലോ ആദർശ് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അവൻ മാലയിട്ടിരിക്കില്ലേ, അതുകൊണ്ട് അവൻ കള്ളൊന്നും പറയില്ല. ഇനിയിപ്പോൾ അവൻ അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദോഷം അനുഭവിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് എനിക്കൊന്ന് വിളിച്ചു താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ അവനെ ഒന്ന് വിളിച്ചു താന്ന് പറയും കേട്ടോ വീണ്ടും. അപ്പോൾ എന്തായാലും പിന്നീട് ദേവയാനിക്ക് ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് വിളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോഴേ ദേവയാനിക്ക് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്, വയ്യാണ്ട് കിടക്കുകയാണെങ്കിലും. പിന്നീട് അതിൻ്റെ ഇടയിൽ കൂടെ ജലജയാണെങ്കിലും അബീനെ ഒന്ന് വെളുപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മാലയിട്ട ശേഷം ഇങ്ങനെ അബി ഒരു തെറ്റും ചെയ്യുന്നില്ല, അവന് അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ നോൺ വെജ് ഒന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കാത്ത അവനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു നല്ല വ്രതത്തിൽ തന്നെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഒന്ന് വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ജലജ ഇത് പറയുമ്പോൾ ജാനകിക്ക് ഇങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ട്. അവിടെ അടുത്ത് നിന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നയനയ്ക്കും ആദർശിനാണെങ്കിലും ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ നേരത്തെ സംസാരിച്ച സമയത്ത് തന്നെ ഇങ്ങനെ നയനയ്ക്ക് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ചോ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ നേരത്തെ സംസാരിച്ച സമയത്താണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദർശിൻ്റെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ആരാ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശ് ഫോൺ എടുക്കുന്നതന്നെ. അപ്പം അമ്മയാണല്ലോ എന്ന് പറയും. എന്താ അമ്മ ഈ സമയത്ത് വിളിക്കുന്നത്, ഫോൺ എടുക്കുന്നത് നയനയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ ദേവയാനി ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. അപ്പോൾ ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മേനെ ICUന്ന് റൂമിലേക്ക് മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയൊന്നും ദേവയാനി പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിന്നോട് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചത്, അത് ആദ്യം പറയുമെന്ന് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ റൂമിലുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദർശിന് പറയാനൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയത്തേക്കൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആരും ഇല്ലെങ്കിൽ നിനക്ക് എന്താ അത് പറയാൻ ഇത്ര മടി, എന്തിനാ ഇത്ര സമയം എടുക്കുന്നത്, ഞാൻ ചോദിച്ചതിന് എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതമ്മേ ഇങ്ങനെ എനിക്ക് നല്ല തളർച്ചയുണ്ട്, പിന്നെ എനിക്കും ശ്വാസം മുട്ടലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി അവളോട് ഇവിടെ കിടക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ 41 ദിവസം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മാറി കിടക്കണമെന്ന്. അപ്പം ഞാനില്ലാത്ത സമയം നോക്കി നീ അത് തെറ്റിച്ചു അല്ലേ, നീ അവൾക്കൊന്ന് ഫോൺ കൊടുത്തിയെന്ന് ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ പറയാനുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.